ഹായ്, വെൽക്കം ടു നീക്കുട്ടീസ് വ്ലോഗ്. നല്ല പിടയ്ക്കണ മീൻ വലയിൽ നിന്നും വേർപെടുത്തുന്ന കാഴ്ച കണ്ടാലോ? ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് മയങ്ങാനുള്ള പരിപാടിയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് ഏടത്തിയമ്മ വിളിച്ചത്. ഒരു കാര്യം കാട്ടിത്തരാമെന്നും പറഞ്ഞ്. ഉറക്കം മുറിഞ്ഞാലെന്താ, കാഴ്ച മുതലായി എന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടുത്തുള്ള പുഴയിൽ വലയിടാൻ പോകട്ടോ. അന്ന് കിട്ടിയ ഫ്രഷ് മാലാനും ഈ വഴിക്ക് വന്നതാണേ. പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനിന് കറി വെച്ചാലും പൊരിച്ചാലും എല്ലാം പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നന്നാക്കി എടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കേട്ടോ. ഒന്നാമത് നല്ല വഴുവഴുപ്പുണ്ടാവും. പിന്നെ ഫ്രഷ് മീനിൽ നിന്ന് ചെതുമ്പൽ വേർപെടുത്താനും കുറച്ച് പ്രയാസമാണേ. സംഗതി എന്തൊക്കെയാണേലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതിപ്പോൾ കറിയാണേലും ശരി, പൊരിച്ചതാണേലും ശരി. ഇത്തവണ വലയിൽ കുടുങ്ങിയത് മുള്ളൻ ചൂടയാണേ. ഇവൻ്റെ മുള്ളിൻ്റെ പ്രത്യേകത കാരണം പൂച്ചേനെ കൊല്ലിയെന്നും ഇവന് പേരുണ്ട്. അതായത് ഒരുവിധം മുള്ളൊക്കെ അകത്താക്കുന്ന നമ്മുടെ പൂച്ചസാറിൻ്റെ പോലും തൊണ്ടയ്ക്ക് പണി കൊടുക്കുന്ന മുതലാണിവൻ. ഇപ്പോൾ മനസ്സിലായോ വലയിൽ കുടുങ്ങിയ മീനിനെ വേർപെടുത്താൻ നിൽക്കാണ്ട് ഏട്ടൻ നേരെ വീട്ടിലെത്തിയത് എന്താണെന്ന്? ഇവനെ അത്ര വേഗത്തിലൊന്നും വേർപെടുത്താൻ കഴിയില്ലെന്നേ. അതായത് ഇവനും വലയും തമ്മിൽ പിരിയാനാവാത്ത വിധം അടുത്തു പോയെന്ന്. ഓ പിന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് ഞാനും ഏടത്തിയമ്മേ ഞങ്ങൾ പണി തുടങ്ങി. ഇതാ വല മാനസമീനെ പാട്ടും പാടി കിടക്കണ കിടപ്പ് കണ്ടോ? അതുപോട്ടെ, നമുക്കിനി പണിയുണ്ട്. വേർതിരിച്ച മീനിനെ പെറുക്കി പെറുക്കി പാത്രത്തിലാക്കണം. ഇതാ ആ പണിയിലാണ് ഞങ്ങൾ. ഇനി നേരെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇവനെ നന്നായി കഴുകി വൃത്തിയാക്കണം. നല്ല രീതിയിൽ ചെളി അഴുക്കും ഉണ്ടാവും. കഴുകുമ്പോൾ മുള്ള് ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ വീണ്ടും പണി കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. മുറിച്ച് വൃത്തിയാക്കലാണ് അടുത്ത ഘട്ടം. നമുക്ക് ആ പണിയിലേക്ക് കിടക്കാം. ഇതാ എത്ര വേഗം മുറിക്കൽ കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രം അറിയാം. അതൊക്കെ പോട്ടെ, ഈ മുറിച്ച മീനിനെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ടേ. എന്തിനാണെന്നോ, ഒരു സെറ്റ് ഞാൻ നാളേക്ക് ഫ്രിഡ്ജിലാക്കി വെക്കും. ബാക്കിയുള്ള മീനാണ് നമ്മൾ ഇന്ന് രാത്രി പൊരിക്കാൻ പോകുന്നത്. എടുത്തു വയ്ക്കുന്ന മീൻ നാളെ തേങ്ങ അരച്ച് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുഴമീൻ എങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ചിട്ടായാലും മുളകിട്ടായാലും അതിൻ്റെ കറി മാത്രം മതി ചോറ് കഴിക്കാൻ. ഇനി നമുക്ക് പൊരിക്കുന്ന പണിയിലേക്ക് കിടക്കാം അല്ലേ? മുറിച്ച് വൃത്തിയാക്കിയ മീനിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴയ്ക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ അരപ്പ് പിടിക്കുന്നത് പോലെ നന്നായി കുഴയ്ക്കുക. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. മീനല്ല ഞാൻ കുറേ നേരമായി പണിയെടുക്കുന്നു. ഇനി അടുത്ത ഘട്ടം മീൻ പൊരിക്കലാണേ. കല്ല് നന്നായി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ശടശടേന്ന് വറുത്ത് കോരാം. ഇത്ര ഫ്രഷ് മീൻ പൊരിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അടിപൊളിയാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.